അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തെ നിറഞ്ഞ മനസ്സോടും സ്നേഹത്തോടും കൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെയും ഞാൻ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് മാറ്റമുണ്ടാകുന്നത് എപ്പോഴാണെന്ന് ആർക്കും മാനുഷികമായി പറയാൻ കഴിയത്തില്ല. ഒരാൾക്ക് മാറ്റം വരുന്നത്, ഒരു വ്യക്തിക്ക് വ്യത്യാസം വരുന്നത്, അവൻ്റെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വരുന്നത്, അവൻ്റെ സ്പിരിച്വൽ ലൈഫിൽ വ്യത്യാസം വരുന്നത്, അവൻ്റെ ക്യാരക്ടറിൽ വ്യത്യാസം വരുന്നത്, നമ്മൾ ഈ മലയാളത്തിൽ പറയത്തില്ലേ, അവൻ പച്ച പിടിക്കുന്നത് എപ്പോഴാണെന്ന് മാനുഷികമായി ആർക്കും, നിങ്ങൾക്കും പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല. പക്ഷേ ബൈബിൾ പറയുന്നു, വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു വ്യക്തിക്ക് മാറ്റം വരുന്ന സമയം ആത്മാവ് അവൻ്റെ മേൽ വരുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുന്ന സമയമാണ് ഒരുവന്റെ ലൈഫ് ചേഞ്ച് ആകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ ഞാൻ വായിക്കുമ്പോൾ അതിൽ എന്നെ ശ്രദ്ധിപ്പിച്ച ഒരു വാക്യം ഞാൻ കണ്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്യം അവിടെ കിടപ്പുണ്ട്. ന്യായാധിപ സംഘത്തിൽ ഇരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ഈ വാക്യം എഴുതിയത് തെറ്റിപ്പോയതാണോ? അല്ല. ഇതാരുടെ മുഖമാ കണ്ടേ? യേശു കർത്താവിന്റെ മുഖമല്ല. ഈ മുഖം കണ്ടത് ആരുടെയാ? സ്തെഫാനോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ മുഖമാ കണ്ടേ. എങ്ങനെയാ കണ്ടേ? ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. എപ്പോഴാ കണ്ടേ? ചിലരൊക്കെ അവനിലേക്ക് തറപ്പിച്ചു നോക്കിയ സമയം, ചിലരൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കിയ സമയം. And gazing at him, all who sat in the council saw that his face was like the face of an angel. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ, ഒരു ഏഞ്ചൽ ഫേസ് സ്തെഫാനോസിൽ പ്രകടമായി, സ്തെഫാനോസിൽ പ്രതിഫലിച്ചു. എപ്പോഴാ സംഭവം? തുറിച്ചു നോക്കിയപ്പോ നീ കുറ്റക്കാരനല്ലേടാ എന്നുള്ളതിലെ തുറിച്ചു നോക്കിയപ്പോ ആരുടെ മുഖമാ? സ്തെഫാനോസിന്റെ മുഖം. ചരിത്രമൊന്ന് തിരിഞ്ഞു നോക്കണം. ഇതിനെയൊക്കെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കണം. എനിക്ക് നിങ്ങളുടെ അറ്റൻഷൻ വളരെ ആവശ്യമാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചില മാസങ്ങൾ മുൻപേ ഈ മനുഷ്യനെ നിങ്ങൾക്ക് പുകയടുപ്പിന്റെ മുമ്പിൽ കാണാം. ചില മാസം ഈ മനുഷ്യരെ നിങ്ങൾക്ക് കിച്ചണിൽ കാണാം. ചില മാസം ഈ മനുഷ്യരെ പാത്രം കഴുകുന്നത് കാണാം. ചില മാസം ഈ മനുഷ്യരെ വീടടിച്ചു വാരുന്നത് കാണാം. ചില നാൾ ഈ മനുഷ്യരെ അവൻ ക്ഷീണിച്ച് പണിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് തളർന്നിരിക്കുന്നത് കാണാം. ചില നാൾ ഏതോ ഒരു കോർണറിൽ പണിയൊക്കെ വെപ്രാളപ്പെട്ട് തീർത്തതിന് ശേഷം ഒരു കോർണറിൽ പോയിരുന്ന് ദൈവത്തിന്റെ വചനമെടുത്ത് വായിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും നിങ്ങൾക്ക് കാണാം. പക്ഷേ ആ ചില മാസത്തെ കാഴ്ചയല്ല ഇന്ന് കാണുന്നത്. ആ ചില മാസങ്ങൾക്ക് മുമ്പുള്ള രൂപമല്ല ഇന്ന്. അന്ന് പണിയെടുത്ത് മുഖമെല്ലാം വീർത്തൊലിച്ച് അടുപ്പിലെ പുകയും തീയും ഒക്കെ കൊണ്ട് മുഖം കരിവാളിച്ചിരുന്നാണ് നമ്മൾ കണ്ടത് എങ്കിൽ ഇന്ന് ഇദ്ദേഹത്തെ കാണുന്നത് ഹിസ് ഫേസ് വാസ് ലൈക്ക് ദി ഫേസ് ഓഫ് ആൻ ഏഞ്ചൽ. അദ്ദേഹത്തിന്റെ മുഖം നാം കാണുന്നത് ദൈവദൂതന്റെ മുഖത്തോട് സമമായിട്ടാണ്. നിന്റെ നിലവാരം, ജീവിതം മാറുന്നതിന് കോടാനുകോടി വർഷങ്ങളൊന്നും വേണ്ട. ഭൂമി ഉണ്ടായ വർഷമൊന്നും വേണ്ട. ഒരു ബിഗ് ബാങ് തിയറിയൊക്കെ കണ്ടെത്തിയൊരു വർഷമുണ്ട്. അതൊന്നും വേണ്ട. ആകാശമുണ്ടാകാൻ ബില്യൺ കണക്കിന് വർഷങ്ങൾ എടുത്തു എന്നും ഭൂമി ഉണ്ടാക്കാൻ ബില്യൺ കണക്കിന് വർഷങ്ങൾ എടുത്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വർഷങ്ങളൊന്നും വേണ്ട. ദൈവത്തിന്റെ ഫ്രഷ് ഫയർ, ദ ഫ്രഷ് ഫയർ ആൻഡ് ഫ്രഷ് വിൻഡ് നിന്റെ മേൽ തട്ടുന്ന സെക്കൻഡിൽ നിന്റെ ജീവിതവും നിന്റെ മുഖവും നിന്റെ ഭാവവും മാറിയിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ സ്തെഫാനോസിന്റെ മുഖമാണ്
ദൂതന്റെ മുഖം പോലെയാണെന്ന് പറഞ്ഞത്. പശ്ചാത്തലം എന്താണ്? അപ്പോസ്തലന്മാർ അതിശക്തമായി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യവും സുവിശേഷവും ലോകത്തെല്ലാം വീട് തോറും ദൈവാലയങ്ങൾ തോറും കയറി ഇറങ്ങി ഉപദേശിച്ച് ആ ജനത്തിന്റെ ഇടയിൽ ഒരു വലിയ റിവൈവൽ ഉണ്ടായപ്പോൾ 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം പറയുകയാണ്, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. എബ്രായർക്ക് നേരെ യവന ഭാഷക്കാർ പിറുപിറുത്തു. ഈ പിറുപിറുപ്പും ഈ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും എല്ലാം അന്നും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോസ്തലന്മാർ അതിനെ ഹാൻഡിൽ ചെയ്തത് മാനുഷികമായിട്ടല്ല, ജഡികമായിട്ടല്ല. അവർ അതിനെ ഹാൻഡിൽ ചെയ്ത് സ്പിരിച്വലായിട്ടാണ്. ലൈഫിലത്തെ ഈ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും കുറ്റം പറച്ചിലുകളും എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത്, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് മാനുഷികമായിട്ടാണ് എങ്കിൽ അതിൻ്റെ അകത്തൊരു വലിയ അളവിലുള്ള പരാജയം ഉണ്ടാവും. എന്നാൽ അപ്പോസ്തലന്മാർ ചെയ്ത എന്താ? അതിനെ സ്പിരിച്വലായിട്ട് ഹാൻഡിൽ ചെയ്തു. എന്താ അത്? ആകയാൽ 3-ാമത്തെ വാക്യം, സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്കാക്കാം. വേലയ്ക്ക് കൊള്ളാമെന്നുള്ളവൻ ആത്മാവും ജ്ഞാനവും ഉള്ളവനാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, കിച്ചണിൽ ഒരു വേലയ്ക്ക് കൊള്ളാമെന്നുള്ളവനാണെ പോലും ആത്മാവും ജ്ഞാനവും ഉള്ളവനും കൊള്ളാമെന്നുള്ള. വീട്ടിലൊരു വേലയ്ക്ക് കൊള്ളാമെന്നവനാണെ പോലും, ചർച്ചിലൊരു വേലയ്ക്ക് കൊള്ളാവുന്നവനാണെ പോലും, ഒരു കൂട്ടായ്മയിൽ ഒരു വേല ഏൽപ്പിക്കാൻ കൊള്ളാവുന്നവനാവണെ പോലും ആത്മാവും ജ്ഞാനവും ഉള്ളവനെയാ ദൈവം തിരഞ്ഞെടുക്കുന്നത്. അപ്പോസ്തലന്മാർ പോലും ദൈവം കൊടുത്ത ജ്ഞാനത്തിനൊത്തവണ്ണം തിരഞ്ഞെടുപ്പിട്ടത് ആത്മാവും ജ്ഞാനവും ഉള്ളവരെ മതിയെന്ന. പ്രാർത്ഥനയുള്ളവനെ മതി, ദൈവാലയത്തിൽ പോകുന്നവനെ മതി, ദിവസവും കുളിക്കുന്നവനെ മതി, ദിവസവും 2 നേരം കുളിക്കുന്നവനെ മതി. ഇങ്ങനൊന്നും അല്ലല്ലോ തെരഞ്ഞെടുപ്പ് വീണത്. ദേഹശുദ്ധി വരുത്തിയാൽ ദൈവം തിരഞ്ഞെടുക്കുവോ? പ്രൈസ് ദി ലോർഡ്. വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവം തിരഞ്ഞെടുക്കൂ? ഇല്ല. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, തെരഞ്ഞെടുപ്പ് ഒരു മനുഷ്യന്റെ മേൽ വീഴുന്നത് അവൻ ദൈവം ആഗ്രഹിക്കുന്ന അളവിലുള്ള ആത്മാവും ജ്ഞാനവും അവന്റെ മേൽ വരുമ്പോഴാണ്. ദൈവം ആഗ്രഹിക്കുന്ന അളവിലുള്ള ആത്മാവും ജ്ഞാനവും നിറയുന്ന നല്ല സാക്ഷ്യമുള്ള മൈറ്റി ഫാദർ. എന്തുകൊണ്ടാണ് ഒരു സംഘം, ന്യായാധിപ സംഘം ഒരുമിച്ചിരുന്നിട്ട് തന്റെ നേരെയുള്ള കുറ്റാരോപണം വിശദീകരിച്ച് കേട്ടതിന് ശേഷം മഹാകോപത്തോടുകൂടെ ഉറ്റ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഭാവം ഭയം കൊണ്ട് നിറഞ്ഞു എന്നല്ല, ദൈവദൂതന്റെ മുഖം പോലെ ആയി എന്ന് വചനം എഴുതി വെച്ചേക്കുന്നത് നിറയേണ്ടത് നിറഞ്ഞതുകൊണ്ടാണ്. ഭയമല്ല സ്റ്റെഫാനോസിന്റെ മേൽ നിറഞ്ഞിരുന്നത്, കഷ്ടപ്പാടുകളല്ല നിറഞ്ഞിരുന്നത്, ആശങ്കയല്ല നിറഞ്ഞിരുന്നത്, ദൈവജ്ഞാനവും ദൈവത്തിന്റെ ആത്മാവും. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുമോ? നമുക്ക് കഴിയും. പരീക്ഷകളെ തരണം ചെയ്യാൻ കഴിയുമോ? നമുക്ക് കഴിയും. പ്രലോഭനങ്ങളെ തരണം ചെയ്യാൻ കഴിയുമോ? നമുക്ക് കഴിയും. പോരാട്ടങ്ങളെ മറികടക്കാൻ കഴിയുമോ? നമുക്ക് കഴിയും. കുറ്റപ്പെടുത്തലുകളെ തരണം ചെയ്യാൻ കഴിയുമോ? നമുക്ക് കഴിയും. വഴക്കിടുന്ന സമയത്ത് വാടച്ചു മിണ്ടാതിരിക്കാൻ കഴിയുമോ? നമുക്ക് കഴിയും. എങ്ങനെയാണ്? സാക്ഷ്യമുള്ളവനായി മാറുന്നതിലൂടെ. എങ്ങനെയാണ് വീണ്ടും സാക്ഷ്യമുള്ളവനായി മാറുന്നത്? ആത്മാവും ജ്ഞാനവും നിറഞ്ഞ. അവിടെ വേലയ്ക്ക് തിരഞ്ഞെടുത്ത കിച്ചണിലുള്ള വേലയ്ക്ക് തിരഞ്ഞെടുത്തപ്പോ, വചന ശുശ്രൂഷയ്ക്കായിട്ടുള്ള എല്ലാ ആത്മാവും ജ്ഞാനവും ഉള്ളവരെ ദൈവം ആഗ്രഹിച്ചു. മൈറ്റി ഫാദർ. 4-ാമത്തെ വാക്യം, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. ആമേൻ. അവര് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. 8-ാമത്തെ വാക്യം മുതലാണ് എനിക്കിനി നിങ്ങളെ വീണ്ടും ശ്രദ്ധ വേണ്ടത്. അനന്തരം സ്തെഫാനോസ് കൃപയും
ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും. ഇവിടുന്ന് ഈ മനുഷ്യനെ പരിശുദ്ധാത്മാവ് പുറത്തെടുത്തെന്ന് അറിയാവോ പ്രിയപ്പെട്ടവരെ? കിച്ചന്റെ അകത്തുനിന്ന് ഈ മനുഷ്യനെ സാധാരണ ഒരു വേലയ്ക്ക് ആരും നോക്കാത്ത വെറും 100 പേരിൽ ഒരുവൻ എന്നുള്ള നിലയിൽ നിന്ന് ഈ മനുഷ്യനെ ആരും നോട്ടീസ് ചെയ്തില്ല. ഈ മനുഷ്യൻ അത്ര പോപ്പുലർ ഒന്നും അല്ലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ വരുന്നത് വരെ പോപ്പുലർ ഒന്നും അല്ലായിരുന്നു. പക്ഷേ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഈ മനുഷ്യൻ വന്നതോടെ പോപ്പുലറായി മാറി. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഈ മനുഷ്യൻ വരാൻ കാരണം പ്രവർത്തിക്കുന്ന ദൈവം ഈ മനുഷ്യന്റെ മേൽ പ്രവർത്തിച്ചതുകൊണ്ടാണ്. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി മാറി. യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. പക്ഷേ 9-ാമത്തെ വാക്യം വരുമ്പോൾ നമ്മളൊക്കെ ഇച്ചിരി ഒന്ന് പ്രാർത്ഥിച്ച് മുന്നേറുന്ന സമയത്തുണ്ടാകുന്ന പോരാട്ടം പുള്ളിക്കാരന്റെ ജീവിതത്തിലും വന്നു. നിങ്ങൾ സ്വത്രം പറയുന്നില്ലെന്നാ തോന്നുന്നേ. നമ്മളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഇച്ചിരിയെ ഒന്ന് ശക്തിപ്പെട്ട് വരുമ്പോ, ഇച്ചിരിയെ ഒന്ന് ബലപ്പെട്ട് വരുമ്പോ, കുറച്ചൊന്ന് ആത്മീയ കൂട്ടായ്മയ്ക്കകത്തൊക്കെ ഒന്ന് കയറി ഒന്ന് ദൈവകൃപ ഏറ്റെടുത്ത് വരുമ്പോ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, വല്ലാത്ത അസ്വസ്ഥത. അത് പുള്ളിയുടെ മിനിസ്ട്രിക്കകത്തേക്കും കൊണ്ടുവരാൻ സാത്താൻ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് പയറ്റി. അതിനുവേണ്ടി അന്യലോകത്ത് നിന്ന് ഭയപ്പെടുത്തുന്ന രൂപമുള്ള ചാത്തന്മാരെ ഒന്നും വിളിച്ചിറക്കിയില്ല. അവിടെ തന്നെ പറയുന്നുണ്ട്, മനുഷ്യന്റെ പേരുള്ള പള്ളിക്കകത്തുള്ള ഒരു കൂട്ടത്തെ തന്നെ വിളിച്ചിറക്കി. ലെബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്യ ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റു. ദേണ്ടടാ ഇവിടെ വയനാട് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ പോലും അനങ്ങാത്ത സാധനങ്ങളാ. വയനാട് ഉരുൾപൊട്ടലാന്ന് പറഞ്ഞാൽ പോലും അനങ്ങാത്ത സാധനങ്ങളാ. ഒരുത്തൻ ദേ വന്ന് ജനത്തിന് ഇച്ചിരി ഗുണം ചെയ്തപ്പോ, ജനത്തിന് ഇച്ചിരി സമാധാനം പ്രസംഗിച്ചപ്പോ, ജനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചപ്പോ എഴുന്നേറ്റു. സന്നദ്ധ സംഘടനയെ പോലും പുള്ളി ഒരു കൈത്താങ്ങ് കൊടുക്കാത്ത വ്യക്തിയാ. പക്ഷെ ദൈവത്തിന് വേണ്ടി ഒന്ന് പ്രയോജനപ്പെടുന്നു എന്ന് കേട്ടപ്പോ എഴുന്നേറ്റു. ഉറങ്ങിക്കിടക്കുന്നവനെ കൊതുകുത്തിയെങ്കിലും എഴുന്നേക്കും സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് കേട്ട. പ്രൈസ് ദി ലോർഡ്. പക്ഷേ താഴെ ഒരു വാക്യം കിടപ്പുണ്ട് കേട്ടോ. എട്ടാമത്തെ വാക്യം ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ സ്തേഫാനോസ് മുട്ടിടിച്ചേനെ. അനത് അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി. ദൈവത്തിന്റെ ദാസനെ വേല ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം എന്താണെന്നറിയാവോ? ദൈവത്തിന്റെ കൃപയും ശക്തിയും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയും ശക്തിയും ദൈവം ഈ മനുഷ്യനെ ജനത്തിന്റെ ഇടയിലേക്ക് വിടാൻ കിച്ചന്റെ അകത്ത് വെച്ച് അഭിഷേകം ചെയ്തിരുന്നു. ദൈവത്തെ ഈ മനുഷ്യൻ അപ്പോസ്തലന്മാർക്ക് വിളമ്പിക്കൊടുത്തപ്പോ തമ്പുരാൻ സ്തേഫാനോസിനുള്ളത് വിളമ്പുകയായിരുന്നു. ആമേൻ. ഇവിടെ ഒരു അപ്പോസ്തലനും വന്ന് സ്തേഫാനോസിന് പകരം വിളമ്പി എന്നൊന്നും പറയുന്നില്ല. ഒരു അപ്പോസ്തലനും ഒന്നും പറയുന്നില്ല ഇവിടെ. പക്ഷേ ഈ മനുഷ്യൻ കർത്തൃനാമത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യന് വിളമ്പിയ സ്തേഫാനോസിന്റെ ലൈഫിലേക്ക് ദൈവം വിളമ്പി. ദൈവം വിളമ്പി. ഈ മനുഷ്യനെ സഹായിച്ചപ്പോ കിച്ചണിലാകട്ടെ, ഹാളിലാകട്ടെ, വയലിലാകട്ടെ, എവിടെയോ ആകട്ടെ, സ്തേഫാനോസ് എവിടെയോ പണിയെടുക്കട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷെ ഇതെല്ലാം ദൈവനാമത്തിനാന്നുള്ള നിലയിൽ ഈ മനുഷ്യൻ ചെയ്തപ്പോ സ്തേഫാനോസിനുള്ളത് ദൈവം വിളമ്പി, സ്തേഫാനോസിനുള്ളത് ദൈവം നിറച്ചു. ഈ മനുഷ്യൻ പലരുടെയും വയറു നിറച്ചപ്പോ സ്തേഫാനോസിന്റെ ലൈഫ് ദൈവം നിറച്ചു. ഈ മനുഷ്യൻ പലരുടെയും ദാഹം അകറ്റിയപ്പോ സ്തേഫാനോസിന്റെ ദാഹം ദൈവം അകറ്റി. ഈ മനുഷ്യൻ ഒത്തിരി വെയിൽ കൊണ്ടപ്പോ, ഈ മനുഷ്യൻ ഒത്തിരി സാധനങ്ങൾ, പച്ചക്കറികൾ മേടിക്കാൻ കടയിലും മാർക്കറ്റിൽ കിടന്ന് വെയിൽ കൊണ്ടപ്പോ, ബസ് കിട്ടാതെ ചുമ്മിക്കൊണ്ട് നടന്നപ്പോ ഈ മനുഷ്യനെ ആത്മാവ് എടുത്തോണ്ട് നടക്കുന്ന ആരേലും അറിഞ്ഞോ? ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു,
പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് നിങ്ങൾ ഈ പറയുന്ന സമാന അനുഭവത്തിൽ കൂടെ കടന്നു പോവായിരിക്കും. രണ്ടുപേർ ചെയ്യേണ്ട പണി ഒരൊറ്റ ആൾ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ തമ്പുരാൻ നിന്നെ കാണുന്നുണ്ടെന്നും നീ പലരെ നിറയ്ക്കുമ്പോൾ, നീ പലരെ നിറച്ചിട്ട് നിനക്ക് നിറയാതെ നീ ജീവിക്കുകയും ചെയ്യുമ്പോൾ, നിന്റെ ദുഃഖം പുറത്ത് കാണിക്കാതെ പലരെ സന്തോഷിപ്പിച്ച് നീ ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ബൈബിൾ പോലും അവിടെ ഒരു നിഴല് പോലും കാണിച്ചിട്ടില്ല. ഇവിടെ പലരെയും നിറച്ചപ്പോൾ സ്തേഫാനോസിന്റെ ലൈഫ് ദൈവം നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ 8ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ ഒരു മർമ്മമായി പറയുന്നു, അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി. ഈ മനുഷ്യൻ ഇപ്പം നിറഞ്ഞതല്ല, തമ്പുരാൻ പലപ്പോഴായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതാ ഇന്ന് പലരുടെയും മുമ്പിൽ ഈ മനുഷ്യനെ നിർത്തിയിരിക്കുന്നത്. പലപ്പോഴായി ഇൻവെസ്റ്റ് ചെയ്തതാ ഈ മനുഷ്യനെ തമ്പുരാൻ പലപ്പോഴായി ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ റിസൾട്ടാണ് സ്തെഫാനോസ്. പല മീറ്റിങ്ങിനകത്തുനിന്ന് തമ്പുരാൻ നിന്റെ മേൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഫൈനൽ എൻട്രി ഉണ്ട് കേട്ടോ. In the name of Jesus Christ, നിനക്കൊരു എൻട്രി ഉണ്ട്. ഹല്ലേലൂയ. ഈ അലക്സാന്ദ്രിയക്കാരിലും കിലിക്യ ആസിയ ദേശക്കാരിലും ചിലർ എഴുന്നേറ്റു സ്തേഫാനോസിനോട് തർക്കിച്ചു. കൃപയും ശക്തിയും ഉള്ളവന്റെ നേരെ തർക്കം പുറപ്പെടുത്തുള്ളൂ. ആമേൻ പറയുന്നില്ല. കൃപയും ശക്തിയും. നിങ്ങളൊരു മര്യാദ പ്രാർത്ഥന പ്രാർത്ഥിച്ചു നോക്കി, ആർക്കും പ്രശ്നമില്ലാത്ത, എല്ലാവർക്കും സുഖിക്കുന്ന ഒരു മര്യാദ പ്രാർത്ഥന പ്രാർത്ഥിച്ചു നോക്കിക്കേ. ആർക്കും പിശാചിനും തട്ടില്ല, മനുഷ്യനും തട്ടില്ല, സാത്താനും ശബ്ദമില്ല, മനുഷ്യനും ശബ്ദമില്ലാത്ത രീതിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നിങ്ങളെ അങ്ങ് വാഴിക്കും. പക്ഷേ നിന്റെ പ്രാർത്ഥന ആർക്കെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അപ്പോസ്തല പ്രവൃത്തി 8, അപ്പോസ്തല പ്രവൃത്തി 6:8. കൃപയും ശക്തിയും നിറഞ്ഞവന് എനിക്ക് തോന്നുന്നില്ല ലാലാല പാടാൻ പറ്റുമെന്ന്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. കൃപയും ശക്തിയും നിറഞ്ഞവന്റെ അകത്തുന്നത് പുറത്തേക്ക് തള്ളും. ഇതിങ്ങനെ തള്ളിയപ്പോഴാണ് ശരിക്കും ലിബർത്തനീർ എന്ന പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും ഒക്കെ കുറെ പേർ അങ്ങോട്ട് എഴുന്നേറ്റ് തർക്കിച്ചത്. പക്ഷെ 10ാമത്തെ വാക്യം വീണ്ടും അവിടെ പിടിക്കുക. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും, ഇവിടെ എനിക്ക് നിങ്ങളെ വേണം. സ്തോത്രം. ഈ ആത്മാവും ജ്ഞാനവും അങ്ങ് പെരുക്കുന്ന സംസാരമൊന്നും അല്ല ഈ തർക്കത്തിനിടയ്ക്ക് വരുന്നത്. നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവും നമ്മുടെ കൃപയും ശക്തിയും ഒക്കെ അങ്ങ് ജ്വലിപ്പിച്ചു തരുന്ന സംസാരവും വാക്കുമൊന്നും അല്ല ഈ തർക്കിക്കുന്ന ആൾക്കാരുടെ വായിൽ നിന്ന് വരുന്നത്. നമുക്ക് ആത്മാവുണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന ഈ രീതിയിലത്തെ വാക്കുകളെ വരത്തുള്ളൂ. ഈ പള്ളിക്കാരെ അവരൊക്കെ തർക്കിച്ചു എന്ന് പറയുന്നത് നമ്മളിവിടെ തർക്കം എന്നുള്ള വാക്കിനകത്ത് ഒതുക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ പിന്നെ എന്തോ ചെയ്യും? തർക്കിച്ചു. ഈ തർക്കത്തിനകത്ത് വിരല് ചൂണ്ടും, കണ്ണുരുട്ടും. നീ ആരാടാ ചോദിക്കും, നിന്നെ ആരാടാ ഈ വേലയ്ക്ക് വിളിച്ചെന്ന് ചോദിക്കും, എല്ലാം ചോദിക്കും. പക്ഷേ സംസാരിച്ചവന്റെ അകത്തുനിന്ന് വചനം പറയുന്നു, ജ്ഞാനവും ആത്മാവും വിട്ടുപോയില്ല. ഞാനൊരു ദൂത് പറയട്ടെ. ആരെങ്കിലും ഒന്ന് കണ്ണു മഴപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒന്ന് കണ്ണു മഴപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ബൈബിൾ പറയുന്നു, ഇവിടെ ഇവർ കണ്ണു മഴപ്പിക്കുകയല്ല, കല്ലും കമ്പുമായിട്ട് നിന്നിട്ട് പോലും പരിശുദ്ധാത്മാവും കൃപയും ജ്ഞാനവും ഈ സ്തേഫാനോസിന്റെ മേൽ ഒഴുകിക്കൊണ്ടേയിരുന്നു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും. നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ തർക്കം പറഞ്ഞാലും വിലക്ക് പറഞ്ഞാലും ആത്മാവും ജ്ഞാനവും നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ആർക്കും നിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനൊക്കെ. വചനം തന്നെ പറയുന്നല്ലോ, ആത്മാവുള്ളവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ പ്രവചിച്ചു പറയുക, കുറെ പേർ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ ചെയ്തും എന്തൊക്കെയോ പറഞ്ഞും ആരെയൊക്കെയോ വശീകരിച്ചു നിങ്ങളുടെ മേൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ദൈവാത്മാവ് പറയുന്നു, ശരിക്കും ഈ അപ്പോസ്തല പ്രവൃത്തി നിങ്ങളൊന്ന് ഈ വാക്യം ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. കൃപയുടെയും ശക്തിയുടെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു സാധാരണ ജ്ഞാനമുള്ളവനും കഴിഞ്ഞിട്ടില്ല. കൃപയുടെയും ശക്തിയുടെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു മനുഷ്യൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഇതിനകത്ത് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, കൃപയും ശക്തിയുമുള്ള ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ തർക്കിക്കുന്നത്, ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തർക്കിക്കുന്നതും, ദൈവശക്തിക്കും കൃപയ്ക്കുമെതിരെ തർക്കിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചലിക്കുന്നതുമാകുന്ന മാനുഷികവും സാത്താനികവുമായ സകല വാക്കുകളെയും ഖണ്ഡിച്ചു കളവാൻ കൃപയും ശക്തിയുമുള്ള ഒരു കൂട്ടം
നീ പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ലെന്നാ വചനം പറയുന്നേ. പ്രാർത്ഥിക്കുന്ന വെറുതെ അല്ലെന്നാ വചനം പറയുന്നേ. ആമേൻ. കൃപയും ശക്തിയുമുള്ളൊരു കൂട്ടം, കൃപയും ശക്തിയുമുള്ളൊരു കൂട്ടം. സാഹചര്യങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. എപ്പോഴും കാണുന്ന ചില കാഴ്ചകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. പക്ഷെ കൃപയും ശക്തിയും ഒഴുകിപ്പോകരുത്. കൃപയും ശക്തിയും ഒഴുകിപ്പോകരുത്. അടുത്തതോ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിന് വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. പറഞ്ഞു എന്നല്ല, പറയിച്ചു. ആഹാ, അപ്പൊ വശീകരണം ഉണ്ടോ? ആളെവിടെയുള്ളതാ? പള്ളിയിലുള്ളതാ. ആളാരാ? പള്ളിക്കാരാ. വചനമല്ലേ പറയുന്നേ? ലിബർത്തീനർ എന്ന പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കണ്ടോ കുറെ പേരെ എഴുന്നേറ്റ്. അപ്പൊ ആളാരാ? ദൈവത്തെ അറിഞ്ഞ വ്യക്തിയാ. പക്ഷെ പ്രവൃത്തി എന്താ? വശീകരിച്ചു. ചെയ്യാത്തത് ചെയ്തു എന്ന് നീ പറയണം. ഇവൻ ചെയ്യാത്തത് ചെയ്തു എന്ന് നീ ഞങ്ങളുടെ വശത്ത് നിൽക്കണം. നിനക്ക് 30 വെള്ളിക്കാശ് തരും. ഹൊയ്യോ, യൂദായ ഒറ്റ പോലെ. 30 വെള്ളിക്കാശ് എന്ന് ഇവിടെ എഴുതിയിട്ടില്ല, ഞാനൊരു പറഞ്ഞതേ ഉള്ളൂ. വശീകരിച്ചു. വശീകരിക്കണമെങ്കിൽ എന്തെങ്കിലും കോംപ്ലിമെന്റ് കൊടുക്കണ്ടേ? എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ കൊടുക്കാന്ന് കേട്ടപ്പോ അപ്പുറത്തേക്ക് അങ്ങ് മറിഞ്ഞു. ഇവര് തരാന്ന് പറഞ്ഞതിനേക്കാൾ 2 ഞാൻ അങ്ങോട്ട് കൂടുതൽ തന്നേക്കാന്ന് പറയുമ്പോ ദേണ്ടാ വാക്കും മാറുന്നു, കാലും മാറുന്നു. ഞാനൊരു ദൂത് പറയട്ടെ. നിന്നേക്കാൾ നന്നായി ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ നിന്റെ മേൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു വ്യക്തി അല്ല പരിശുദ്ധാത്മാവ്. നിന്നേക്കാൾ നന്നായി കുറച്ചുകൂടെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാൽ നിന്റെ മേൽ നിന്ന് അപ്പുറത്തേക്ക് മാറിപ്പോകുന്ന വ്യക്തി അല്ല പരിശുദ്ധാത്മാവ്. നിന്റെ കഴിവിനൊത്തവണ്ണം നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും അതിന് അപ്പുറം നിന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവ് ഇന്നും ഇപ്പോഴും എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ആ നിങ്ങളുടെ കഴിവിനൊത്തവണ്ണം അല്ല ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നത്. നിന്റെ മേൽ നിറഞ്ഞിരിക്കുന്ന കൃപയ്ക്കും ശക്തിക്കും ഒത്തവണ്ണം അത്രേ. In the name of Jesus. നിങ്ങളുടെ ബുദ്ധിക്കൊത്തവണ്ണം അല്ല പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പോകുന്നേ. നിന്റെ മേൽ നിറഞ്ഞിരിക്കുന്ന കൃപയ്ക്കും ശക്തിക്കും ഒത്തവണ്ണം അത്രേ. ആമേൻ. ഹല്ലേലൂയ. നീ ബുദ്ധി കൊണ്ട് പഠിച്ചാൽ ബുദ്ധിക്ക് ഒത്തവണ്ണം ചെയ്യിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് കൊണ്ട് നീ പ്രവർത്തിച്ചാൽ, ആത്മാവ് കൊണ്ട് പ്രവർത്തിച്ചാൽ ബുദ്ധി മാറി നിൽക്കും. ബുദ്ധിക്ക് അതീതമാണ് ദൈവശക്തി എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ശരിയല്ലേ? ബുദ്ധിക്ക് അതീതമാണ് ദൈവശക്തി എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ബുദ്ധിക്ക് അതീതമായ ദൈവശക്തിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ചിലരെ വശത്താക്കി അവർക്ക് അനുകൂലമായ വ്യക്തിയുടെ പേര് പറഞ്ഞു. അവർ സ്നേഹിക്കുന്ന വ്യക്തി. ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നു. മോശയ്ക്കും ദൈവത്തിന് വിരോധമായി ദൂഷണം പറയുന്നു. ഇതൊക്കെ പറഞ്ഞ് 12-ാമത്തെ വാക്യം ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. 12-ാമത്തെ വാക്യത്തിൽ, ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി. എന്നെ ശ്രദ്ധിച്ചേ, എന്തെല്ലാം ഘട്ടങ്ങളിലൂടെ. ഇതിനേക്കാൾ നല്ലതിന്റെ പൊന്നുവാസ്ത്രയെ ആ മനുഷ്യൻ ആ അടുക്കള കടന്നു പോകത്തില്ലായിരുന്നു. എന്തിനാ ദൈവത്തിന്റെ വേലയ്ക്കെന്ന് പറഞ്ഞൊക്കെ വിളിച്ചിറക്കി ഉള്ള ജോലിയും കളഞ്ഞ് വേണ്ടാത്ത ആ നേരത്തെ ഒരു എടുത്തുചാട്ടവും എന്തിനായിരുന്നു പാസ്റ്റർ? ഇതിനേക്കാൾ ആ മനുഷ്യനുള്ള കഞ്ഞിയും കുടിച്ച് ആ കിച്ചണിയും കിടന്ന് ആരുടെ വായിരിക്കുന്നേ കേൾക്കാതെ പ്രാർത്ഥനയും കഴിച്ച് അവിടെ കടന്നു പോകത്തില്ലായിരുന്നു. ഇപ്പൊ അത് എന്തെല്ലാം ഘട്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നേ. സുവിശേഷം പറയണം, പറഞ്ഞിട്ടാണെങ്കിലോ പ്രത്യേകിച്ച് വേറൊരു മെച്ചവും ഇല്ല. ആമേൻ. ആൾക്കാരെല്ലാരും കൂടെ എഴുന്നേറ്റ് പുള്ളിയെ കുറ്റപ്പെടുത്തുകയും ചെയ്ത് കുറെ കള്ളസാക്ഷികളെയും വരുത്തി അദ്ദേഹത്തിനെതിരെ സാക്ഷിയും പറയിച്ച് ഇപ്പൊ കോടതി പിടിച്ച് നിർത്തിയേക്കുക, ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ പിടിച്ച് നിർത്തിയേക്കുക. ചതിയല്ലേ പാസ്റ്ററെ? കുറെ മനുഷ്യരെതിരായി എന്തെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് കൃപയും ശക്തിയുമുള്ളൊരു മനുഷ്യൻ കടന്നു പോകേണ്ടി വരുന്നത്. ഒരു ചേഞ്ച്, ഒരു ഷിഫ്റ്റ് നടന്നു എന്ന് ഞാൻ തൊട്ടു മുന്നേ കുറിവാക്യമായി വായിച്ചല്ലോ. ആ മനുഷ്യന്റെ മുഖത്തിന്മേൽ ഒരു ഭാവ വ്യത്യാസം നടന്നു എന്ന് ഞാൻ തിരുവെഴുത്തിൽ വായിച്ചല്ലോ. ആത്മാവിൽ ഞാൻ ഇതിനകത്തൊരു വെളിപ്പാട് ഞാൻ കാണുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴോ നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോഴോ അല്ല ദൈവത്വം വെളിപ്പെടുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു 1500 cc ഉള്ള കാറുണ്ട്. 1500 cc, അതിന്റെ മുകളിൽ കാറുണ്ട്,
ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. 1500 cc ഉള്ള കാറുണ്ട്, കാണാൻ നല്ല ആഡംബരമുണ്ട്, കൊള്ളാം, അത്യാവശ്യം ഒരു 5-6 പേർക്ക് ഇരിക്കാനും പറ്റും. ആ കാറ് നിങ്ങളുടെ മുറ്റത്ത് കിടന്നാൽ കണ്ടോ 1500 cc എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കൊള്ളാമെന്നുള്ളവനെ, കാര്യം വല്ലതും മനസ്സിലാകുന്നവനെ അകത്ത് പിടിച്ച് കയറ്റി നിങ്ങൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചാലേ ഇത് എത്ര സ്പീഡ് km/h പോകത്തുള്ളൂ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഇത് വെയിലും കൊള്ളത്തില്ല, മഴയും കൊള്ളത്തില്ല, ചക്രം ഭൂമിയിലും തൊടത്തില്ല എന്നുള്ള രീതിയിൽ കാർ ഷെഡിൽ കിടന്നാൽ ഞാനിത് എവിടെ ഇറക്കത്തില്ല, ഇത് പുതുപുത്തനായിട്ട് എപ്പോഴും എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പവർ അനുഭവിക്കാൻ പറ്റുമോ? ഈ സാധനം ഇവിടെ കിടന്നിട്ട് നിങ്ങളൊരു ഓട്ടോ വിളിച്ച് ഞാൻ്റെ ടയർ തേഞ്ഞു എന്നും പറഞ്ഞ് ആ സാധനം വെളിയിൽ ഇറക്കത്തുമില്ല, ഇതകത്ത് തന്നെ വെച്ചേക്ക് ആർക്കും പ്രയോജനപ്പെടത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊരു ഓട്ടോ വിളിച്ച് പോയി കഴിഞ്ഞാൽ 1500 cc പവർ ഓട്ടോയ്ക്ക് കിട്ടുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 1500 cc പവർ നിങ്ങൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഷെഡിനകത്തുനിന്ന് പുറത്തിറങ്ങണം. ഷെഡിനകത്തുനിന്ന് പുറത്തിറങ്ങണം, ഉപയോഗിച്ചു നോക്കണം. ദൈവം പകർന്ന് ഉപയോഗിച്ചു. സ്തെഫാനോസ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളി പുതിയ ഘട്ടങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്, പുതിയ മേഖലകളെക്കുറിച്ച് പഠിക്കുന്നത്. ദൈവത്തിന്റെ വേല എന്ന് പറഞ്ഞാൽ അത് കംഫർട്ട് സോൺ അല്ല. ദൈവത്തോടുള്ള സംസാരം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ കണ്ണുകടിയുള്ളവരുണ്ട്. പ്രൈസ് ഗാഡ്. നിങ്ങൾ US പ്രസിഡന്റിനോട് സംസാരിച്ചാൽ കണ്ണുകടി വരത്തില്ല, പക്ഷെ നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചാൽ കണ്ണുകടി വരും, പ്രശ്നവും വരും. ദൈവത്തോട് സംസാരിച്ചാൽ കണ്ണുകടി ഉണ്ടാകും. നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ തിന്മയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ എഴുന്നേക്കത്തുള്ളൂ. അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് അനേകർക്ക് സേവനം ചെയ്തെന്ന് പറയുമ്പോൾ വചനം പറയാ കുറെ പേര് പുള്ളിക്ക് എതിരായിട്ട് എഴുന്നേറ്റു എന്ന്. എന്തൊരു വിരോധാഭാസം. അടുത്തത് പറയാണ് ആൾക്കാരെ, നല്ലവരായിട്ട് ജീവിച്ച ആൾക്കാരെ കൂടെ വശീകരിച്ച്, ഇന്നലെ വരെ ചിരിച്ചോണ്ട് നടന്ന മനുഷ്യനെ കൂടെ വശീകരിച്ച്, എന്തായാലും സ്തെഫാനോസിനെ സ്നേഹിക്കുന്ന വ്യക്തിയെ വശീകരിച്ച് പുള്ളിക്കെതിരായിട്ട് പറഞ്ഞാലേ കാര്യമുള്ളൂ. അങ്ങനെയും വശീകരിച്ച് അദ്ദേഹത്തിനെതിരായി സംസാരിപ്പിച്ചു. അവസാനം നേണ്ട കോടതി വരെ കൊണ്ടുപോയി. എന്താ അവസ്ഥ? അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ നസറയനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയുമെന്ന് അവർ പറയുന്നു. ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ മുഖത്തെ ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോൾ ഒത്തിരി കരിവാളിച്ചിരുന്നു. ഈ മുഖം ദൈവദൂതന്റെ മുഖം. ഈ മനുഷ്യൻ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് പോലും ഈ തേജസ് നമുക്ക് ആ മനുഷ്യന്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞില്ല. ആമേൻ. ഈ മനുഷ്യൻ എല്ലാവരും അംഗീകരിച്ചപ്പോൾ പോലും എല്ലാവരും നന്നായിരുന്നു, കറി നന്നായിരുന്നു, നിന്റെ വേല സൂപ്പറായിരുന്നു, നീ നല്ല സിൻസിയറാ, നന്നായിട്ട് നീ പണിയെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ആ സന്തോഷത്തിനകത്ത് പോലും ഈ മുഖം ഇത്രയും തിളങ്ങുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു പ്രതികൂലം വന്നപ്പോൾ, ഒരു പ്രതിസന്ധി വന്നപ്പോൾ, ആത്മാവ് വന്നപ്പോൾ, കൃപ വന്നപ്പോൾ, ശക്തി വന്നപ്പോൾ, ചില വ്യക്തികൾ എതിരായപ്പോ, കള്ളസാക്ഷികൾ എഴുന്നേറ്റപ്പോ, ആമേൻ, ആത്മീയരിൽ തന്നെ ചില വ്യക്തികൾ പ്രതികൂലമായി എഴുന്നേറ്റപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ആമേൻ. ചിലർ പല്ല് കടിച്ചപ്പോൾ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ചിലർ കയ്യിൽ കല്ലെടുത്തപ്പോ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. യേശുവിന്റെ നാമത്തിൽ ഒരു ഷിഫ്റ്റ് അല്ല ഇവിടെ നടന്നത്. സ്പിരിച്വൽ റിലത്തിൽ ഒരു ഷിഫ്റ്റ് അല്ല ഇവിടെ നടന്നത്. കിച്ചണിൽ ഉണ്ടായിരുന്ന തലമല്ല. ആമേൻ. പ്രതികൂലത്തിന്റെ മുമ്പിൽ നിന്നപ്പോ ആത്മാവിൽ ഞാൻ പറയുന്നു, കാട്ടിൽ നിന്ന അനുഭവമല്ല ശരിക്കും. ആമേൻ. ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്ന സമയത്ത് ദാവീദിനുണ്ടായത് കാട്ടിൽ നിന്ന അനുഭവമല്ല. മാങ്ങ എറിഞ്ഞ അനുഭവത്തിലല്ല ഗോലിയാത്തിനെ എറിഞ്ഞത്. മാങ്ങ എറിഞ്ഞ റിസൾട്ട് അല്ല ഗോലിയാത്തിനെ എറിഞ്ഞപ്പോൾ ഉണ്ടായത്. യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്റെ മേൽ നിറച്ചിരിക്കുന്ന അഭിഷേകത്തെ അതൊരു കറക്റ്റായ സ്ഥലത്ത്, ഒരു റൈറ്റ് പ്ലേസ് ആൻഡ് റൈറ്റ് ടൈമിൽ ദൈവം എറിയാൻ നിന്നോട് ആജ്ഞാപിച്ചാൽ നീ പിന്നെ തിരിഞ്ഞു നിൽക്കരുത്, നീ കൈ ഉയർത്തിക്കോണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ നിലവാരം ചേഞ്ച് ആകാൻ പോകുന്നു. നിന്റെ മുഖത്തിന്റെ ഭാവം മാറാൻ പോകുന്നു. നിന്നെ ദൈവം കൈകളിൽ എടുക്കാൻ പോകുന്നു. ദൈവം വിളിച്ച വേലയ്ക്ക് നിന്നെ ആത്മാവും ജ്ഞാനവും ഉള്ളവനായി ഇറക്കാൻ പോകുന്നു. നീ ഇതുവരെ ഉപയോഗിക്കപ്പെട്ടതുപോലല്ല, വ്യത്യസ്തമായ നിലയിൽ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ പോകുന്നു. നീ ഇതുവരെ പ്രാർത്ഥിച്ച് കയറിയതുപോലെ അല്ല, വ്യത്യസ്തമായ നിലവാരങ്ങളിലേക്ക്, ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത ചില ഘട്ടങ്ങളിലൂടെ ദൈവം നിന്നെ പ്രാർത്ഥനയിൽ കയറ്റാൻ പോകുന്നു.
Rufantas coals of fire, Rimal tosal power, in the name of Jesus Christ, in the name of Jesus Christ, in the name of Jesus Christ. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. കാര്യം എന്താണ്? എന്താണ് അതിന്റെ കാര്യം? ആമേൻ, ആമേൻ, ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം, നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം, നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണമായിരുന്നു. ദൈവത്തിന്റെ മുഖതേജസ് നിന്റെ മുഖത്ത് വന്നാൽ, ആമേൻ, ഇന്ന് നിന്റെ മുഖത്ത് നോക്കി കണ്ണുരുട്ടിയ ചില വ്യക്തികൾക്ക് പിന്നെ നിന്നെ നോക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പിന്നെ നോക്കിക്കൊള്ളാൻ പറ്റണമെന്നില്ല. കാരണം ദൈവത്തിന്റെ മുഖതേജസ് മരണത്തെ നീക്കുന്നതാണ്. നിനക്ക് ആത്മീയ മരണം കൊണ്ടുവരുന്നതിനെ ദൈവത്തിന്റെ മുഖതേജസ് നീക്കും. ഷായ ബാലാബ. ഇതല്ലേ യേശുവിന്റെ മേലും സംഭവിച്ചത്? ഇതല്ലേ യേശുവിന്റെ മേൽ സംഭവിച്ചത്? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ മൂടുപടം നീക്കിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പക്ഷെ ഒരു കാര്യം, മൂടുപടം നീങ്ങണം, മൂടുപടം നീങ്ങണം, മൂടുപടമിട്ട ജീവിതം നീങ്ങണം, മൂടുപടമിട്ട പ്രാർത്ഥന നീങ്ങണം. ഞാൻ ഉദ്ദേശിക്കുന്ന മൂടുപടം നിങ്ങൾക്ക് മനസ്സിലായി കാണും. യേശുവിൻ്റെ നാമം. ദൈവം ആഗ്രഹിക്കുന്ന അളവിലത്തെ ഒരു നിലവാരം, ദൈവം ആഗ്രഹിക്കുന്ന അളവിലത്തെ ആ ഒരു അളവോളം എത്തുവാൻ ദൈവത്തിൻ്റെ മക്കൾക്ക് കഴിഞ്ഞാൽ നിന്റെ മുഖവും ദൈവദൂതന്റെ മുഖം പോലെ ആയിത്തീരും. നിന്റെ ജീവിതവും ദൈവികമായി തീരും, ദൈവത്തിന്റെ ദാനമായി തീരും. ദൈവിക പ്രൊവിഷൻസ് നീ അനുഭവിക്കാൻ തുടങ്ങും. നിന്റെ മുമ്പിൽ ആർക്ക് നിൽക്കാനൊക്കത്തില്ല, നിൽക്കാനൊത്തില്ല എന്ന് തന്നെ വചനം എഴുതിയേക്കുന്നത്. അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഹേ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഇത് നിന്റെ മേൽ വീഴാൻ പോവാ. ആ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം നിന്റെ മേൽ വരാൻ പോവാ. കുഞ്ഞെ പ്രാർത്ഥിച്ചു തുടങ്ങാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരുന്ന സമയം, ആമേൻ, 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 ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത നിലയിൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ, ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത നിലയിൽ ഒരു ദൈവിക ജ്ഞാനത്തോടും ശക്തിയോടുമുള്ള ഒരു ജീവിതം. ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഞാൻ ടങ്സിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഞാൻ അല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ മേൽ ദൈവ മഹത്വം വെളിപ്പെടേണ്ടതിനല്ലേ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതുവരെ നിന്നെ അസ്വസ്ഥപ്പെടുത്തിയ, നിന്നെ ചില ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കയറ്റി ഇറക്കിയ ചില വ്യക്തികൾ ഉൾപ്പെടെ കാണുന്ന നിലയിൽ ദൈവം നിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ദൈവം നിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. Logos kayamana laithuruni Holy Spirit of God rekemana sekema regal thora basiantara ral turbo settle power rekemani amtherio retabosh പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ മുഖഭാവം മാറുന്ന ദൈവ സാന്നിധ്യം, മുഖഭാവം മാറുന്ന ദൈവ തേജസ്, മുഖഭാവം മാറുന്ന ഇന്നലെ വരെ കിച്ചണിൽ കാണാത്തൊരു മഹത്വമാ ഇപ്പോ ചില ചോദ്യം ചെയ്യപ്പെടലിന്റെ മുമ്പിൽ, കോടതി മുമ്പിൽ കാണുന്നത്. ഇന്നലെ വരെ കിച്ചണിൽ കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവമാ ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നത്. അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കിയത് വെറുതെയാണോ? യേശുവിനെ കണ്ടത് വെറുതെയാണോ? മഹത്വം കൊണ്ട് നിറച്ചില്ലേ ദൈവം? സ്നേഹം കൊണ്ട് നിറച്ചില്ലേ ദൈവം? തേജസ് കൊണ്ടും വിശ്വാസം കൊണ്ടും ആത്മാവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും നിറച്ചില്ലേ ദൈവം? എങ്ങനെ യേശുവിനെ സ്നേഹിക്കാതിരിക്കും? എങ്ങനെ യേശുവേ എന്ന് വിളിക്കാതിരിക്കും? എങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നതും യേശു വന്നതും കാണാതിരിക്കും? ആ മനുഷ്യന്റെ കണ്ണിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കണ്ണ് ഭാഗ്യമുള്ളത്. എനിക്കും കഴിയും അതുപോലെ. നിങ്ങളുടെ മുമ്പിൽ ആമേൻ അലറി ചീറുന്ന സിംഹം പോലെ ചില വ്യക്തികൾ നിന്നാൽ പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ വരുമ്പോൾ മുട്ട് മടങ്ങിയിരിക്കും. പ്രാർത്ഥിക്കുന്ന ദാനിയേലിന്റെ മുമ്പിൽ വന്നപ്പോൾ കടിച്ചു കീറുന്ന സിംഹം മുട്ട് മടങ്ങിയില്ലേ? വാ അടഞ്ഞില്ലേ?
അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ ചീറിപ്പായുന്നതെല്ലാം സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കാൻ പോവാ. സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കാൻ പോവാ. സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കാൻ പോവാ. എമർജൻസി ആയി പരിശുദ്ധാത്മാവ് ആർക്കൊക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. എമർജൻസി റെസ്പോൺസ് ദൈവത്തിൽ നിന്നുണ്ടാകുകയാണ്. പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ആ ദൈവശക്തി അടിക്കട്ടെ, ദൈവശക്തി അടിക്കട്ടെ, ദൈവശക്തി അടിക്കട്ടെ. ഇവനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവശക്തി, ഇവരെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ഫ്രഷ് ഫയർ ഇതുണ്ടാകട്ടെ കർത്താവേ. ഏത് രാജ്യങ്ങളിൽ നിന്ന്, ഏത് സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ആ ദൈവശക്തിയുടെ ബഹുത്വം ഇപ്പോൾ ഇവരുടെ നിലവാരം ചേഞ്ച് ചെയ്യട്ടെ. യേശുവിന്റെ അടിപ്പിണറുകളാൽ സൗഖ്യങ്ങൾ നടക്കുന്നു, സൗഖ്യങ്ങൾ നടക്കുന്നു. The healing power of Holy Ghost, healing power of Holy Spirit, Spirit of God, Shalmani ഇപ്പോൾ തന്നെ സ്വീകരിക്കുക. സൗഖ്യങ്ങൾ നടക്കുന്നു. In the mighty name of Jesus. എല്ലാ നിരാശയും ഡിപ്രഷനും യേശുവിന്റെ നാമത്തിൽ In the name of God. നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് മുന്നേറാൻ കഴിയാത്തതുപോലെ നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തും. നിങ്ങളുടെ ഇടം വലം ബ്ലോക്ക് ചെയ്യുന്ന സകല സിസ്റ്റവും ദൈവം ചേഞ്ച് ചെയ്യുന്നു. പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക. പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പിതാവേ ഒരു ഫ്രഷ് പവർ എല്ലാ ആത്മീയ മടുപ്പുകളും, എല്ലാ ആത്മീയ അസ്വസ്ഥതകളും ഇപ്പോൾ മാറിപ്പോകട്ടെ. എല്ലാ ആത്മീയമായി കിടക്കുന്ന ബ്ലോക്കുകളും എല്ലാ സ്പിരിച്വൽ ബ്ലോക്ക് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ സ്പിരിച്വൽ റിലത്തിൽ കൊണ്ടുവച്ചിരിക്കുന്ന തടസ്സങ്ങളും ക്യാൻസൽ ചെയ്യുന്നു. ഔട്ട്. എല്ലാ ജലസും യേശുവിന്റെ നാമത്തിൽ ഈവിളൈസ് ക്യാൻസൽ ചെയ്യുന്നു. ഔട്ട്. ജനത്തെ തുടരുത്, എന്നെ തുടരുത്, ഈ പ്ലാറ്റ്ഫോമിനെ തുടരുത്. എല്ലാ ഈവിളൈസ് ക്യാൻസൽ ചെയ്യുന്നു. ഔട്ട്. എല്ലാ ദൈവികമല്ലാത്ത ജഡ്ജ്മെന്റും ക്യാൻസൽ ചെയ്യുന്നു. എന്റെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാത്തിനെയും യേശുവിന്റെ നാമത്തിൽ ഇടിച്ചു കളയുക. ഈ പ്ലാറ്റ്ഫോം സ്വർഗീയ അഭിഷേകം ചെയ്യപ്പെടട്ടെ. എല്ലാ ദൗർഭാഗ്യം കൊണ്ടുവരുന്ന ഇരുട്ടിന്റെ പ്രവർത്തികളെയും യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. ദൈവത്തീ കത്തുന്നു. എല്ലാ മിനിസ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ഇരുട്ടിന്റെ ശക്തികൾ അഴിഞ്ഞു പോയി യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു ഡാഡി. ദൈവശക്തി വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവശക്തി വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവശക്തി വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. കഴിയട്ടെ. സഹോദര സഹോദരി, നീ ഇന്ന് വീട്ടുവേലക്കകത്ത് തളയ്ക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വന്ന സ്തെഫാനോസിന്റെ മുഖം ഭാവം മാറിയതുപോലെ, ഏഞ്ചൽ ഫേസ് ആയി മാറിയതുപോലെ നിന്നെയും മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പിതാവേ, ജനവചനം ചൊല്ലി എൻ്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരെ അനുഗ്രഹിക്കണം. ദൈവം ഇവരെ വഴി നടത്തണം. പരിശുദ്ധാത്മാവ് ഇവരെ ബലപ്പെടുത്തണം. കർത്തൃശക്തി കൊണ്ട് ഇവരെ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിൽ ഇവരെ ആക്കിക്കൊള്ളണം. ഒരു ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം പ്രിയപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേയ്ക്ക് യേശുവിൻ നിസ്തുല്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ തോന്നുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ. ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും ഉണ്ട്. രാവിലെ
6:30 മണിക്കാണ് നമ്മുടെ യൂട്യൂബിൽ മീറ്റിംഗ് ആരംഭിക്കുക. യൂട്യൂബിൽ മോർണിംഗ് മെസ്സേജ് ആരംഭിക്കുന്നത്. ഈവനിങ് 6:30 ഞങ്ങളുടെ മീറ്റിംഗ് ദൈവത്തിൻ്റെ കൃപയാൽ ലൈവായിട്ട് സൂമിലും യൂട്യൂബിലുമായിട്ട് എല്ലാ ദിവസവും നടന്നു വരുന്നു. താല്പര്യമുള്ള എല്ലാ ദൈവമക്കളും ജോയിൻ ചെയ്താട്ട് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളെല്ലാം ഈ നമ്പർ നിങ്ങൾ വാട്സാപ്പിൽ അയച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. അടുത്തൊരു ദിവസം പുതിയൊരു ശക്തിയോടെ, പുതിയൊരു അഭിഷേകത്തോടെ എന്നെ ദൈവം നിങ്ങളുടെ മുമ്പിൽ അയക്കുന്നത് വരെ അത്യുന്നതന ചെറുകൻ്റെ കീഴിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.